ഹായ്, എല്ലാവർക്കും പി കെ മീഡിയയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മുടെ പുതുച്ചേരിയുടെ ഭാഗമായ മാഹിയിലെ 9 കിലോമീറ്റർ ചുറ്റളവിലുള്ള ഈ മാഹിയിലെ ചില അത്ഭുതങ്ങളെ പറ്റിയാണ്. അത്ഭുതം എന്ന് വേണേൽ പറയാം. വെറും 9 കിലോമീറ്റർ ചുറ്റളവിൽ 40ഓളം പെട്രോൾ പമ്പും 60ലേറെ ബ്രാൻഡ് ഷോപ്പും ഒക്കെ ഉണ്ടെങ്കിൽ അത് അത്ഭുതം തന്നെ പറയാലോ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അതേ പറ്റിയിട്ടുള്ളൊരു വീഡിയോ നമ്മൾ ചെയ്യുന്നത്. അതുകൂടാതെ നമ്മളെ ഈ കാണുന്നത് മാഹിപ്പുഴയാണ്. കടലും പുഴയും കൂടി ചേർന്ന് ഒരു സംഗമം. അതാണ് നമുക്ക് മാഹി കാണാൻ പറ്റുക. മാഹി പാലാന്നാ കാണുന്നത്. ഇതാണ് മയ്യഴിപ്പുഴ എന്ന് പറയുന്നത്. എവിടെ നോക്കിയാലും നമുക്ക് കാണാൻ കഴിയുന്നത് ഈ ബ്രാൻഡ് ഷോപ്പുകളും പെട്രോൾ പമ്പും ഒക്കെയാണ്. വെറും 9 കിലോമീറ്റർ ചുറ്റളവിലാണ് ഇതൊക്കെ. എനിക്ക് തോന്നുന്നു ലോകത്തെവിടെ ഇങ്ങനെയൊന്നും കാണാൻ പറ്റില്ല എന്നാണ് തോന്നുന്നത്. സാധാരണ മട്ടിൽ ഇത് നമ്മളെ മാഹി ബസിലിക്കയാണ്, ചർച്ചിലാണ്. സാധാരണ മട്ടിൽ നമ്മുടെ ഈ ദേവാലയങ്ങൾക്ക് അടുത്തൊന്നും ബ്രാൻഡ് ഷോപ്പ് പാടില്ല എന്നായിരിക്കും. പക്ഷേ ഇവിടെ അതൊന്നുമില്ല. ഇവിടെ ദേവാലയത്തിൽ നിന്ന് നോക്കിയാൽ കാണുന്നിടത്ത് തന്നെ 5ഉം 10ഉം ബ്രാൻഡ് ഷോപ്പ് തന്നെയാണ്. പുതുച്ചേരിൻ്റെ ഒരു ചെറിയൊരു സ്ഥലമാണ് ഇവിടെ. കേരളത്തിൻ്റെ കണ്ണൂർ, കോഴിക്കോട് ജില്ലകളെ അതിർത്തി പങ്കിടുന്ന അതിർത്തിയിലാണ് ഈ ഒരു പ്രദേശമുള്ള മാഹി എന്ന് പറയുന്നത്. മാഹി പാലം കഴിഞ്ഞ് വീണ്ടും വടക്കോട്ട് നോക്കിയാൽ കണ്ണൂർ ജില്ലേൻ്റെയും തിരിച്ചിങ്ങോട്ട് നോക്കിയാൽ കോഴിക്കോട് ജില്ലേൻ്റെയും ഭാഗങ്ങളാണ് ഉണ്ടാകുക. ഇത് മാഹി ടവർ പാർക്കാണ്. നല്ല വെയിലുള്ള സ്ഥലമാണ്. അപ്പോൾ ഈ സമയത്ത് കൂടുതൽ പേരൊന്നും ഇവിടെ ഉണ്ടാവില്ല. കാറ്റുകൊള്ളലൊക്കെ വരുന്നവർക്ക് വൈകുന്നേരമാണ് ഇവിടെ നല്ല സ്ഥലം. ഈ മാഹി പുഴയാണിത്, പാലത്തിനടുത്തുനിന്ന് അങ്ങോട്ട് ആ ദൂരെ കാണുന്നതാണ് കടലും പുഴയും ഒരുമിച്ച് ഒത്തുകൂടുന്നൊരു സ്ഥലമാണ്. അപൂർവ സ്ഥലമാണിത്. ഇങ്ങനെ എല്ലാ സ്ഥലമൊന്നും ഇങ്ങനെ കാണാൻ പറ്റില്ല.
ഈ പാർക്കിനെ സംബന്ധിച്ച് ഒരുപാട് വികസനം നടന്നിട്ടുണ്ട്. കുറേ മുമ്പ് ഇങ്ങനെയൊന്നല്ലായിരുന്നു, കാട് മൂടി കിടന്നൊരു സ്ഥലം മാത്രമായിരുന്നു. ഇത് നല്ലൊരു വികസനം ഇവിടെ നടത്തിയിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെ ഒരു വികസനത്തിന് കേന്ദ്ര സർക്കാരിൻ്റെ സഹായം കൂടി ഉണ്ട് ഇവിടെയൊക്കെ. ഇതാണ് കറക്റ്റ് പുഴയും കടലും ചെന്ന് ചേരുന്ന സ്ഥലമാണിത്. ഒരുപാട് പ്രത്യേകതകളൊക്കെ ഉണ്ട്. ഈ പുഴയും കടലും ചേരുന്ന സ്ഥലം അപൂർവമായിട്ടേ കാണാൻ പറ്റുന്നതൊക്കെ പറയുന്ന കേൾക്കാം. ചുമരിലൊക്കെ കൊത്തി വെച്ചവരെ കലാവിരുതൊക്കെ ഉണ്ട്. കൂടുതലും ഫ്രഞ്ച് വിപ്ലവകാലത്തുള്ള എന്തൊക്കെയോ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കാണിക്കുന്നത്. ഫ്രഞ്ചിൻ്റെ അധീനതയിലായിരുന്നു ഈ മാഹി, ഈ പ്രദേശം. ഒരുപാട് ചരിത്രങ്ങൾ ഉറങ്ങുന്നൊരു സ്ഥലമാണ് ഈ മാഹി എന്ന് പറയുന്നത്. നല്ല കലാരൂപങ്ങളാണ്, നല്ല അടിപൊളിയായി കല്ല് കുത്തിയെടുത്തതുപോലെ തന്നെയാണ് കാണിക്കുന്നത്. കടലിൻ്റെയും പുഴയുടെയും അടുത്തുകൂടെ നമുക്ക് രണ്ടിൻ്റെയും ഒരുമിച്ച് കാണുന്ന വിധത്തിൽ നമുക്ക് അടുത്ത് കാണാൻ പറ്റുന്ന വിധത്തിൽ നടക്കാമെന്നുള്ളതാണ് മാഹി പാർക്കിൻ്റെ ഒരു പ്രത്യേകത. നോക്കത്ത ദൂരത്തോളം ഉണ്ട് പാർക്കിൻ്റെ സ്ഥലങ്ങൾ. ഇവിടെ മാഹിപ്പള്ളി പെരുന്നാളിലാണ് ഇവിടെയൊക്കെ നല്ല ആൾക്കാരുണ്ടാകുക. ഒരുപാട് ജനങ്ങൾ കൂടുന്ന സ്ഥലമാണിത്. കൂടുതലും ഒക്ടോബർ സമയത്താണ്. ഒക്ടോബർ മാസത്തിലാണ് ഇവിടെ മയ്യഴി തിരുനാളുണ്ടാകുക. ആ സമയത്ത് ഒരുപാട് പേര് ഇവിടെ ഒത്തുകൂടും.
നല്ല വെയിലായതുകൊണ്ട് ഞാൻ കൂടുതൽ അങ്ങോട്ടൊന്നും പോയിട്ടില്ല. എന്നാലും കുറച്ച് പറ്റാവുന്നിടത്തോളം വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇനിയുണ്ട് ഒരുപാട് ദൂരം അങ്ങോട്ട് പോകാൻ. ഇനിയും കുറേയും കൂടി അങ്ങോട്ട് പോയി കടലിൻ്റെ ഭാഗത്ത് അങ്ങോട്ട് നോക്കിയാൽ നമ്മുടെ തലശ്ശേരി ധർമ്മടം തുരുത്തൊക്കെ കാണാം. നല്ല പന പോലെ നട്ടു വളർത്തി എന്തോ ഒരു വെയിലായതുകൊണ്ട് ഇപ്പോൾ ആരുമില്ല. വൈകുന്നേരം ആകുമ്പോൾ കാറ്റ് കൊണ്ടു ഇരിക്കാനൊക്കെ ഒരുപാട് പേര് വരും. അപ്പോൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട നിങ്ങളെല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പുതിയ ആളുകളൊക്കെ ഒന്ന് സബ് ചെയ്യുക നമ്മുടെ ചാനൽ. അപ്പം വീണ്ടും നമ്മളിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇനിയും കാണാൻ പറ്റും.